ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദേവദാസൻ സാം വർഗീസ് കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രതിയാൽ സിസ്റ്റർ വെക്സ്ഫോർഡിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു. എല്ലാവരും ദൈവം സഹായിക്കട്ടെ. വചന പഠനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നയിക്കപ്പെടുന്നത് ആയി തീരുവാൻ വചന പഠനം കാരണമായി തീരട്ടെ. ദൈവപ്രകാരം സത്യ സുവിശേഷത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവാത്മാവിൽ എപ്രകാരം ലേഖനങ്ങൾ അല്ലെങ്കിൽ ദൈവവചനം എഴുതപ്പെട്ടു, അത് ആ ആത്മാവിൽ തന്നെ തിരിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവവചന പഠനത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഗലാത്യ ലേഖനം അത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിലെ 48ാമത്തെ ബുക്കായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 6 അധ്യായങ്ങളുള്ള 149 വാക്യങ്ങളുള്ള ബൈബിളിലെ ലേഖനം. അപ്പോസ്തലനായ പൗലോസ് ഏകദേശം AD 49 സിറിയയിലെ അന്ത്യോക്യയിൽ വെച്ച് തൻ്റെ 1ാം മിഷണറി യാത്രയ്ക്ക് ശേഷം അത് എഴുതിയതായിട്ട് കണക്കാക്കപ്പെടുന്നു. നമ്മൾ പൗലോസിനെ കുറിച്ച് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം 14 ലേഖനങ്ങൾ എഴുതിയതായിട്ട് നമുക്കറിയാം. അതിൽ എബ്രായ ലേഖനത്തെക്കുറിച്ച് കുറച്ച് കോൺഫ്ലിക്ട്സ് ഉണ്ട്. എന്നാലും അത് ഹീബ്രു മീൻസ് യഹൂദന്മാരെ അവരെ മുൻനിർത്തിക്കൊണ്ട് എഴുതിയത് കൊണ്ടാണ് തൻ്റെ എഴുത്തിൽ ഒരു വ്യത്യാസം ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അത് സഭാപിതാക്കന്മാരൊക്കെയും അദ്ദേഹം തന്നെയാണ് ആ ലേഖനം എഴുതിയതെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ ലേഖനങ്ങളിൽ ആദ്യം എഴുതിയ ലേഖനം ഗലാത്യ ലേഖനമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്ക് ആരെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അതിൻ്റെ ക്രമപ്രകാരം നോക്കുവാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ആദ്യത്തെ ലേഖനം ഗലാത്യ ലേഖനമാണെന്ന് കണക്കാക്കപ്പെടുന്നു. അത് AD 49 എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷമാണ് ഫസ്റ്റ് തെസ്സലോനിയൻസ് AD 50 എഴുതപ്പെടാൻ കൃപ ചെയ്തു. സെക്കൻഡ് തെസ്സലോനിയൻസ് 51, ഫിലിപ്പിയൻസ് 54, ഫസ്റ്റ് കൊരിന്ത്യൻസ് 56, സെക്കൻഡ് കൊരിന്ത്യൻസ് 57 എഴുതുവാൻ കൃപ ചെയ്തു. റോമ ലേഖനം 57 to 58 എഴുതിയതായിട്ട് കണക്കാക്കപ്പെടുന്നു. കൊലൂഷ്യൻസ് 60 എഴുതപ്പെട്ടു. ഫിലോമോനും 60 തന്നെ എഴുതപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടുന്നു. എഫേസ്യ ലേഖനവും AD 60 എഴുതപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടുന്നു. തീത്തോസിന്റെ ലേഖനം 64, ഫസ്റ്റ് തിമോത്തിയോസ് 64, സെക്കൻഡ് തിമോത്തി 67, ഹീബ്രൂസ് ആണ് അവസാനം എഴുതിയതായിട്ട് പറയുന്നത്. അത് 65 67 ഇടയിലായിട്ട് AD 67 65 and 67 ഇടയിലായിട്ട് എഴുതപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടുന്നു. ഗലാത്യ ലേഖനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഒരു ലേഖനമാണ് പല സഭകൾ എന്ന് വെച്ചാൽ ഗലാത്യ ദേശത്തുണ്ടായിരുന്ന ഒരു സെറ്റ് ഓഫ് ചേർച്ചസിന് വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതിയെന്ന് കണക്കാക്കപ്പെടുന്നു. മറ്റുള്ള ലേഖനങ്ങളൊക്കെയും സ്പെസിഫിക്കലി ഒരു ചേർച്ചിന് വേണ്ടി എഴുതപ്പെട്ടതാണെങ്കിൽ ഈ ഒരു ലേഖനം ഗലാത്യ പ്രദേശത്തുണ്ടായിരുന്ന അവിടെ ഉള്ള സഭകൾക്ക് എഴുതിയെന്ന് കണക്കാക്കപ്പെടുന്നു. അത് നമുക്കൊരു ദൈവമക്കളൊന്ന് വാക്യങ്ങൾ വായിച്ച് സഹകരിച്ചാൽ അനുഗ്രഹമായിരിക്കും. ഗലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 1 and 2 വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, ക്രിസ്തുവേശുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഗലാത്യ ദേശത്തുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന സഭകൾക്ക് അതിനെ ഒരു യൂണിറ്റ് ആയിട്ടാണ് അവിടെ പറയുന്നത്. പക്ഷെ പല സഭകൾ അവിടെ ഉണ്ടായിരുന്നതായിട്ട് കാണുവാൻ കഴിയും. ഗലാത്യ സഭയെക്കുറിച്ച് ഗലാത്യ ലേഖനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏഷ്യ മൈനറിന്റെ മധ്യഭാഗത്തുള്ള ഗലാത്യ പ്രവിശ്യയിലെ ഒരു കൂട്ടം സഭകൾക്ക് പൊതുവായി എഴുതിയ ലേഖനമായിട്ട് ഇതിനെ കണക്കാക്കപ്പെടുന്നു. പ്രകൃതിയെ ആരാധിച്ചു വന്നിരുന്ന ഫ്രുഗ്യ നിവാസികളാണ് അവിടെ ഉണ്ടായിരുന്ന ആദിവാസികൾ. അവിടെ ഉണ്ടായിരുന്ന ആദിവാസികളായിരുന്നു പ്രകൃതിയെ ആരാധിച്ചു വന്നിരുന്നവരാണ്. ഞാൻ ഈ ആദ്യത്തെ ദിവസം കുറച്ച് ഇൻട്രൊഡക്ഷൻ കൂടുതലായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്ക് കുറച്ചും കൂടെ ദൈവവചനത്തിന്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കുവാൻ സഹായിക്കും. ഏഷ്യ മൈനറിലേക്ക് കുടിയേറി വരുന്നതിന് മുമ്പ് ഗലാത്യ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന സെൽറ്റിക് വംശജരെയാണ് ഗലാത്യർ എന്ന് വിളിച്ചിരുന്നതാണ് പറയപ്പെടുന്നത്.
സഭയുടെ ആരംഭ ദശയിൽ തന്നെ, സഭ തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ യഹൂദ വിശ്വാസികളായ അല്ലെങ്കിൽ യഹൂദന്മാരായ ദുരുപദേഷ്ടാക്കന്മാർ കടന്നു വന്ന് കൃപയാലുള്ള രക്ഷ എന്ന ഉപദേശത്തിനെതിരായി ദുരുപദേശം അല്ലെങ്കിൽ ദൈവസഭയിൽ കൊണ്ടുവന്നെന്ന് കാണുവാൻ കഴിയും. അത് അവർ പഠിപ്പിക്കുവാൻ തുടങ്ങിയെന്ന് നമ്മൾ കാണുവാൻ കഴിയും. അതിന് ഒരു അറുതി കൊണ്ടുവരുന്നതിന് കാരണമായി തീർന്നത് ജെറുസലേം കൗൺസിലാണ്, യെരുശലേം കൗൺസിലാണ് അതിന് ഒരു അറുതി കൊണ്ടുവരുവാൻ ഇടയായത്. അപ്പം കൃപയാലുള്ള രക്ഷ അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള നീതീകരണത്തെ തകിടം മറിക്കുവാനായിട്ട് യഹൂദ വിശ്വാസികളിൽ നിന്ന് പലർ എണീറ്റ് അല്ലെ ദുരുപദേശവുമായി കടന്നു വന്നു. അതിനെ ഖണ്ഡിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതിയതായിട്ട് കാണുവാൻ കഴിയും. നമുക്ക് ജെറുസലേം കൗൺസിൽ എടുത്ത തീരുമാനം ഒന്ന് വായിക്കുന്നത് അനുഗ്രഹമായിരിക്കും. അതിൻ്റെ ആക്ട്സ് ചാപ്റ്റർ Acts chapter 15 verse 1 and 2 എന്ന് വായിക്കാം. യഹൂദിയിൽ ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ കഴിയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ടു പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്ക സംഗതിയെപ്പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. അവർ യെരുശലേമിൽ എത്തിയാറ് സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ദൈവം തങ്ങളോട് കൂടെ ഇരുന്നു ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. എന്നാൽ പരീക്ഷപക്ഷത്തിൽ നിന്നു വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കം ഉണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷം കേട്ടു വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ച് നിങ്ങൾ അറിയുന്നില്ലോ. ഹൃദയങ്ങൾ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസം വെച്ചിട്ടില്ല. ആകയാൽ 13 അവർ പറഞ്ഞ നിർത്തിയ ശേഷം യാക്കോബ് അവരുടെ ഉത്തരം പറഞ്ഞത്, സഹോദരന്മാരെ, എന്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തു കൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിത് ശീമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. അനന്തരം ഞാൻ ദാവീദിന് വീണ്ടുമായി കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തിക്കും. മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 20 മുതലുള്ള വാക്യങ്ങൾ. വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചാത്തത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണം എന്നു ഞാൻ അഭിപ്രായപ്പെടുന്നു. മോശയുടെ ന്യായപ്രമാണം ശബ്ദ തോറും പള്ളിയിൽ വായിച്ചു വരുന്നതിനാൽ പൂർവ്വകാലം മുതൽ പട്ടണം തോറും അത് പ്രസംഗിക്കുന്നവർ ഉണ്ടല്ലോ. തീർച്ചയായും നമ്മൾ വായിച്ചത് ഈ സഭകളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അത് യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരുടെ മുമ്പിൽ എത്തുകയും അവിടെ അപ്പോസ്തലന്മാരിൽ പ്രധാനിയായിരുന്ന യാക്കോബ് അപ്പോസ്തലൻ അവിടെ എഴുന്നേറ്റ് പറയുന്ന ഒരു കാര്യമാണ്. അവിടെ ആ കൗൺസിലാണ് അവര് ഒരു തീരുമാനം എടുക്കുന്നത്. അവർ പറയുന്നു, അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ അവർക്ക് എഴുതണം. അവിടെ ആ
ജെറുസലേം കൗൺസിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഹല്ലേലൂയ. അല്ലെ, ജാതികളിൽ നിന്ന് വരുന്നവർ അല്ലെ യഹൂദ മതപ്രകാരമുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴിലേക്ക് പിന്നെയും അവരെ കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ അവര് പരിച്ഛേദന ഏൽക്കണം, അല്ലെങ്കിൽ യഹൂദ മതപ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചും ഒരു സുവിശേഷത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിച്ചു കളയുവാൻ ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേറ്റ കാലത്ത് അത് ആ സഭകളിൽ നിന്ന്, അല്ലെങ്കിൽ പൗലോസും മറ്റുള്ളവരും ഒക്കെയും ഇത് അഡ്രസ് ചെയ്യാനായിട്ട് കടന്നു വന്നപ്പോൾ അവിടെ എടുത്ത തീരുമാനമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഹല്ലേലൂയ. തീർച്ചയായും അത് AD 48നും 15നും ഇടയിൽ അല്ലെ ജെറുസലേം കൗൺസിൽ നടന്നതായിട്ട് കാണുന്നു. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലനായിരുന്നു അവരിൽ പ്രമാണി. ഹല്ലേലൂയ. തീർച്ചയായും ഈ ദിവസങ്ങളിൽ നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചും നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അല്ലെങ്കിൽ ദുരുപദേശം അതിന്റെ ആധിക്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്രത്തോളം ജീവിത വിശുദ്ധി വേണമോ, അല്ലെങ്കിൽ ദുരുപദേശം ധാരാളമുണ്ട്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ശക്തമായിരിക്കുന്ന ഈ കാലയളവിൽ ഹല്ലേലൂയ നമ്മളെ തന്നെ തെറ്റിച്ച്, അല്ലെങ്കിൽ വൃതന്മാരെ പോലും വിരുത് തെറ്റിച്ച് കളയുന്ന കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് വചനത്തിൽ നമ്മൾ വേരൂന്നി നിന്നില്ലെങ്കിൽ നമ്മളെ തന്നെ മറിച്ചു കളയുവാൻ മറ്റൊരു സുവിശേഷവുമായി ലോകമെമ്പാടും അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവ മക്കൾ അല്ലെ സുവിശേഷത്തിന് വേണ്ടി, സത്യവചനത്തിനു വേണ്ടി നമ്മളും നമ്മുടെ തലമുറകളും ദൈവസഭയും ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു വചനം കേൾക്കുമെങ്കിലും നമ്മളെ തന്നെ ചിന്തിപ്പിക്കുന്ന ഇത്രത്തോളം വേണമോ? പല 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 ടോക്സ് നടക്കുന്നുണ്ട്, പല മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാക്കന്മാർ വെച്ച ഹല്ലേലൂയ ആ അതിരിനെ നമ്മൾ മാറ്റം വരുത്തുവാൻ ഇടവരരുത്. വചനത്തിന്റെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ വേണം നമ്മൾ അത് മനസ്സിലാക്കി ആചരിക്കുവാൻ. ദൈവം അത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ വചനം ദുർലഭമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിനെ ഹല്ലേലൂയ അതിൽ വേരൂന്നി വസിക്കുന്നവരായി തീരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഇവിടെ പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ തന്നെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ഗലാത്യ പ്രവേശ്യയിലൂടെ ദക്ഷിണഭാഗത്തുള്ള ഇക്കോന്യ, ലുസ്ത്ര, ദർബ എന്നീ പട്ടണങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ടെന്ന് ആക്സ് ചാപ്റ്റർ 13 വേഴ്സ് 51 പറയുന്നുണ്ട്. ആ സ്ഥലങ്ങൾ നമ്മൾ ആക്സ് ചാപ്റ്റർ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, ദൈവമക്കൾ അത് നോട്ട് ചെയ്ത് വായിച്ചാൽ മതി. ആക്സ് ചാപ്റ്റർ 13 വേഴ്സ് 51, 14 വേഴ്സ് 8 and 22, 18 വേഴ്സ് 28 ഈ വാക്യങ്ങളൊക്കെ ഈ അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ സ്ഥലങ്ങളിലൂടെ, അല്ലെങ്കിൽ ഗലാത്യ പ്രവിശ്യയിലൂടെ ദർബ, ഇക്കോന്യ, ലുസ്ത്ര എന്നീ പട്ടണങ്ങൾ സന്ദർശിച്ചതായിട്ട് കാണുവാൻ കഴിയും. ഗലാത്യ സഭകൾ രൂപപ്പെട്ടത് പൗലോസിന്റെ പ്രവർത്തനത്താലായിട്ടാണോ എന്ന് നിശ്ചയമില്ല, അത് വ്യക്തമല്ല. എന്നാൽ രണ്ടാം മിഷണറി യാത്രയിൽ ഗലാത്യയിൽ കൂടി കടന്നു പോയെങ്കിലും അവിടെ പ്രസംഗിക്കുവാൻ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിനെ വിലക്കിയതായിട്ട് നമുക്ക് ആക്സ് ചാപ്റ്റർ 16 വേഴ്സ് 6 to 7 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയും. പൗലോസിനെ വിലക്കുന്നുണ്ട്. ആ ദേശത്തുകൂടി കടന്നു പോയെങ്കിലും ആ ദേശം വിട്ട് അദ്ദേഹം മക്കദോനിയയിലേക്ക് കടന്നു പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ ആക്സ് ചാപ്റ്റർ 16 വേഴ്സ് 6 to 7 പറയുന്നുണ്ട്, അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ നമ്മൾ നേരത്തെ വായിച്ച ആ ആൾക്കാരെ കുറിച്ച്, അല്ലെങ്കിൽ ആദിവാസി ആ സമൂഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. മൂസിയയിലെത്തി ബിദുന്യയിലേക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവിന് കീഴ്പ്പെടുന്ന ജീവിതമായിരിക്കണം നമ്മൾ നടത്തുന്നതെന്ന് എപ്പോഴും ചിന്തിക്കണം. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് വേണമെങ്കിൽ പൗലോസിന് എപ്പോഴും താൻ ഉപദേശം കൊടുത്ത, അല്ലെങ്കിൽ താനാൽ സ്ഥാപിച്ച സഭകളിൽ പോയി ആ ദൈവമക്കളെ കാണണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. നമ്മൾ അതൊക്കെ ലേഖനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെ വന്ന് വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങൾ അടുത്ത് എത്തുമെന്ന് അദ്ദേഹം പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് അത് വളരെ ആഗ്രഹമാണ്. പക്ഷെ അത്രയും ആഗ്രഹിച്ച്, അത്രയും സ്നേഹമുള്ള ആ ദൈവമക്കളോട് ചെല്ലുവാൻ ആഗ്രഹിച്ചെങ്കിലും രണ്ടാം മിഷണറി യാത്രയിൽ പരിശുദ്ധാത്മാവ് വിലക്കിയത് കൊണ്ട് അദ്ദേഹം മക്കദോനിയയിലേക്ക് കടന്നുപോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. തീർച്ചയായിട്ടും ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവിന് കീഴ്പ്പെടുന്നവരായി ജീവിപ്പാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു.
ഹല്ലേലൂയ. എന്ത് ദൈവാത്മാവ് വിലക്കുന്നോ അതിനെതിരെ നീങ്ങുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരരുത്. ബിലെയാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച് നമുക്കറിയാം. പല പ്രാവശ്യം ബിലെയാമിന് അടയാളം കൊടുത്തു, അവനെ അത് അറിയിച്ചു. എന്നാൽ അവൻ ഹല്ലേലൂയ അതിന് വിപരീതമായി നീങ്ങിയത് അവന്റെ അവസാനം വളരെ ദൈന്യമായി തീർന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. തീർച്ചയായും നമ്മൾ ദൈവകൃപയിൽ നിന്നില്ലെങ്കിൽ, ദൈവാത്മാവിന് നമ്മൾ കീഴ്പ്പെടുന്നില്ലെങ്കിൽ, തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത് ഭവിഷ്യത്തുകൾ വന്ന് ഭവിക്കുവാൻ കാരണമായി തീരും. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ എടുത്തു നോക്കിയാൽ, ഈ പുസ്തകത്തിൽ ഒന്ന് വിശ്വാസത്താലുള്ള നീതീകരണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ വിഷയം. കൂടാണ്ട് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവേശുവിൽ കൂടിയുള്ള സ്വാതന്ത്ര്യം. നമ്മൾ ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ നമ്മൾ അനുഭവിച്ചവരാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൽ കൂടെയുള്ള സ്വാതന്ത്ര്യവും അതിലൂടെ ഉണ്ടാകുന്നുള്ള സന്തോഷവും നമ്മൾ അനുഭവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഭയപ്പെട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ ഇത് എങ്ങനെയായിത്തീരും, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വചന വ്യവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ ചിലതൊക്കെ ഭയപ്പെടുത്തുന്നതായിട്ട് തോന്നും. എന്നാൽ കർത്താവ് അതല്ല ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൽ നമ്മൾ എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, രക്ഷയുടെ കൂടെ ആ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത് എപ്പോഴും എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് സന്തോഷിക്കാൻ കഴിയുന്നത്? തീർച്ചയായും ആ ദൈവവചനം അദ്ദേഹം അത് മനസ്സിലാക്കി, അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അത് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് കാരാഗ്രഹത്തിൽ കടക്കുമ്പോഴും പൗലോസും ശീലാസും ഒക്കെ അവർ കാരാഗ്രഹത്തിലെ ചങ്ങലയിലൊക്കെ ആയിരിക്കുമ്പോഴും അവർ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യവും ആ ക്രിസ്തുവിലുള്ള സന്തോഷവും അനുഭവിപ്പാൻ കാരണമായി തീർന്നു. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളിലും അതാണല്ലോ നമ്മൾ പറയുന്നത്, ന്യായപ്രമാണത്തിൽ രസിക്കുന്നവത് സന്തോഷിക്കുവാൻ അതൊക്കെ ആ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ കാലയളവിൽ നമ്മളും നമ്മുടെ സഭയും ദൈവമക്കളും ഒക്കെ ആ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായിട്ട് തീരട്ടെ. അതൊരു ബോണ്ടേജ് അല്ല. ന്യായപ്രമാണം നമ്മളെ ബോണ്ടേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ ക്രിസ്തുവിൽ കൂടെ ആ ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യവും ആ മോചനവും ആ രക്ഷയുടെ ഉല്ലാസഘോഷം അല്ലെങ്കിൽ രക്ഷയുടെ ഉല്ലാസത്താൽ നമ്മൾ നിറയ്ക്കുന്നൊക്കെ ദാവീദ് പറയുന്നത് അതുകൊണ്ടാണ്. അവരൊക്കെ അത് അനുഭവിച്ചു, നമ്മളും അനുഭവിക്കുന്നത്. ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്. എന്നാൽ പലപ്പോഴും നമ്മളെ ഭീതിപ്പെടുത്തുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം എന്താണ് നമ്മളെ മനസ്സിലാക്കാതെ വണ്ണം പിന്നോട്ട് വലിക്കുന്ന ആ അവസ്ഥകളിൽ നിന്ന് നമ്മൾ മാറേണ്ടത് ആവശ്യമാണ്. എന്തൊക്കെയാ ക്രിസ്തുവിൽക്കുള്ള സ്വാതന്ത്ര്യം? ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓഫ് സിൻ, പാപത്തിൽ നിന്നുള്ള ബോണ്ടേജിൽ നിന്നുള്ള വിടുതൽ ആണ് ആദ്യമായി നമ്മൾ ക്രിസ്തുവിൽക്കുള്ള സ്വാതന്ത്ര്യത്തിൽ. നമുക്കത് വായിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 1. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അല്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്വാതന്ത്ര്യം അത് നമ്മൾ അനുഭവിക്കുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. ദൈവവചനത്തിൽ ഉറപ്പുള്ളവരായി, ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് അല്ലെങ്കിൽ വചനത്തിൽ വേരൂന്നിയതായ ഒരു ക്രിസ്തീയ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. പഴയതിലേക്ക് നമ്മൾ പിന്നെയും കുടുങ്ങിപ്പോകുവാൻ, അവിടെ യഹൂദ വിശ്വാസികൾ അതാണ് ഗലാത്യരെ ചെയ്യുവാൻ നോക്കിയത്. അവരെ പിന്നെയും തിരികെ ആ ന്യായപ്രമാണത്തിന്റെ അവസ്ഥയിലേക്ക് അവരെ തിരികെ കൊണ്ടുപോകുവാൻ അവരെ ആഹ്വാനം ചെയ്യുക, അല്ലെങ്കിൽ ദുരുപദേശവുമായി കടന്നു വന്നു. നിങ്ങൾ പരിച്ഛേദന ഏൽക്കണമെന്നും അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ പിന്നെയും ചെയ്യണമെന്ന്, എങ്കിൽ മാത്രമേ ആ നീതീകരണത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തത്തുള്ളെന്ന് അവരെ പറഞ്ഞു പഠിപ്പിക്കുവാൻ തുടങ്ങി. അതിനെതിരെയാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്. പിന്നെ എന്താണ് രണ്ടാമത്തത്? സ്പിരിച്വൽ ലീഗലിസം, നിയമവാദത്തിൽ നിന്നുള്ള സംരക്ഷണം. അല്ലെങ്കിൽ അതും ഇവിടെ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ന്യായപ്രമാണത്തിന്റെ അടിമനുഖത്തിലേക്ക് ജനത്തെ കുടുക്കിക്കളയുന്ന അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, പിന്നെയും നമ്മൾ അടിമനുഖത്തിൽ, അവിടെ ന്യായപ്രമാണത്തിന്റെ അടിമനുഖത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകുവാൻ ഇടയാകരുത്. 5 വേഴ്സ് 13, 5-13 പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ
അന്യോന്യം സേവിപ്പിൻ. തീർച്ചയായും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം അത് ജഡത്തിലേക്ക് ഇറങ്ങി തീരാതെ ഹല്ലേലൂയ സ്നേഹത്താൽ അന്യോന്യം നമ്മൾ സേവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ ദൈവ സ്നേഹത്തിൽ ഹല്ലേലൂയ ആയിരിക്കാൻ ഹല്ലേലൂയ ഇവിടെ പൗലോസ് ഹല്ലേലൂയ പറയുന്നു. അപ്പൊ ക്രിസ്തുയേശുവിൽ കൂടെയുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള നീതീകരണം ഇതിനെ മറിച്ചു കളയുന്ന മറ്റൊരു സുവിശേഷവുമായി കടന്നു വന്നതിനെതിരെയാണ് പൗലോസ് ഈ ലേഖനം എഴുതുവാൻ ഇടയായി തീർന്നത്. നമുക്കറിയാം അല്ല, അവിടെ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ അവിടെ ഗലാത്യ സഭകൾ രണ്ടു വിധത്തിലുള്ള ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഉപദേശ വിശുദ്ധിയെക്കുറിച്ചും അല്ല പിന്നെ വിശുദ്ധിയെക്കുറിച്ചും ജീവിത വിശുദ്ധിയെ കുറിച്ചുമുള്ള പ്രശ്നങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ വളരെ വളരെ വ്യക്തമായി അത് പറയുന്നുണ്ട്. പക്ഷെ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറച്ചു കളയുവാൻ ശ്രമിക്കുന്ന ചിലർ ഗലാത്യ സഭയിൽ നുഴഞ്ഞു കയറിയെന്ന് അല്ലിയ അവിടെ പറയുന്നുണ്ട്. അത് ഗലേഷ്യൻസ് ചാപ്റ്റർ 1:7 നമുക്കത് കാണുവാൻ കഴിയും. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. തീർച്ചയായും അവിടെ മറ്റൊരു സുവിശേഷവുമായി അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ അല്ലെങ്കിൽ അവർക്ക് പകർന്നു കൊടുത്ത സത്യസുവിശേഷത്തെ മറിച്ചു കളയുന്ന മറ്റൊരു ഉപദേശവുമായി കടന്നു വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തു മുഖാന്തരം ആണ് രക്ഷയെങ്കിലും അതിന്റെ പൂർത്തീകരണത്തിന് പ്രവൃത്തിയും ആവശ്യമാണെന്ന് അവർ പഠിപ്പിച്ചു. ന്യായപ്രമാണ പ്രകാരമായ ദുരുപദേശങ്ങൾ ഗലാത്യ വിശ്വാസികളും വീഴുവാനിടയായി. അപ്പം ന്യായപ്രമാണത്തിലുള്ള അതിൽ ആചരിക്കേണ്ട കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ രക്ഷ അല്ലെങ്കിൽ നീതീകരണം പൂർത്തിയാകത്തുള്ളൂ. വിശ്വാസം മാത്രം പോരാ, അതിൻ്റെ കൂടെ പ്രവൃത്തിയും ആവശ്യമാണെന്ന് അവരെ പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നു. നമുക്കറിയാം ദൈവവചനം പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് വളരെ വ്യക്തമായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള 9 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. അല്ലെങ്കിൽ ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ലെന്ന് ഇവിടെ വളരെ വ്യക്തമായി പൗലോസ് തന്നെ പറയുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല നമ്മൾ നീതീകരിക്കപ്പെട്ടത്, അത് കൃപയാലാണ്. നമ്മൾ വിശ്വാസം മൂലം ദൈവത്തിന്റെ കൃപയാലാണ് അല്ലയാ രക്ഷയിലേക്ക്, അത് ദൈവത്തിന്റെ ദാനമാണ് അല്ലയാ നമ്മൾ പ്രവൃത്തികൾ മൂലം. തീർച്ചയായും സൽപ്രവൃത്തികളായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു, തീർച്ചയായും അത് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്രകാരമുള്ള പ്രവൃത്തികളല്ല, ദുരുപദേശം അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള പ്രവൃത്തികളിൽ കൂടെ മാത്രമേ നമ്മൾ നീതീകരിക്കപ്പെടുത്തുള്ളൂ എന്ന് ഉള്ള മറ്റൊരു സുവിശേഷവുമായി കടന്നു വന്നു. ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിലും ഇതുപോലെ മറ്റൊരു സുവിശേഷവുമായി നമ്മൾ പഠിച്ചത് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുന്നത് ഉണ്ട്, നീ പഠിച്ചതിൽ നിലനിൽക്കുക, അതിൽ ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ ആദ്യം മുതൽ കേട്ടതും നീ പഠിച്ചതും ആ ഉപദേശത്തിൽ നിലനിൽക്കുക. നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും വളർന്നു വരുന്നു. അവർക്ക് ദേവദാസന്റെ മകളൊക്കെയും പുറത്തുപോയി പഠിക്കുന്നു. അവർ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ കൊച്ചുനാളിൽ അവർ സൺഡേ സ്കൂളിൽ പഠിച്ചതാകട്ടെ, ദൈവദാസന്മാരിലൂടെ കേട്ടതാകട്ടെ, ആ സത്യവചനം അവരുടെ ഹൃദയ പലകകളിൽ എഴുതപ്പെടണം. ദൈവമക്കൾ ചെയ്യുന്ന ശുശ്രൂഷകൾ വളരെ വലുതാണ്. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അവർ മറിഞ്ഞു പോകാൻ കാരണമായി തീരും. നമ്മൾ അവരെ വചനം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരു സുവിശേഷമായ ലോകമെമ്പാടും ശത്രുവായ പിശാച് അന്ന് ആദിമ സഭയിൽ അപ്പോസ്തലന്മാർ ആരംഭിച്ച ആ കാലത്ത് തന്നെ ദുരുപദേശം വളരെ ശക്തമായി കടന്നു വന്നെങ്കിൽ ഇപ്പോൾ എത്ര അധികമാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ വളരെ ശക്തമായി പഠിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണം. യെശയ്യാ പ്രവാചകൻ 64:6 പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, നമ്മുടെ പുണ്യപ്രവർത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലാണ്. അപ്പം നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമുക്കൊരിക്കലും നീതീകരിക്കപ്പെടുവാൻ കഴിയില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. റോമൻസ് ചാപ്റ്റർ 10:9-10 പറയുന്നുണ്ട്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും
ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അത് തീർച്ചയായും നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും കർത്താവിന്റെ രക്ഷിതാവായി ഹല്ലേലൂയ വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് ഹല്ലേലൂയ നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ ഹല്ലേലൂയ മറ്റേതും കൊണ്ടല്ല. ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണ് ആ കാലകാലങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും തേടി വന്നത്. നമ്മുടെ പിതാക്കന്മാർ ചെയ്ത പുണ്യപ്രവർത്തികളോ നമ്മളുടെ നല്ല പ്രവൃത്തികളോ ഒന്നുമല്ല. തീർച്ചയായും കർത്താവിന്റെ ദാനമാണ്. അവൻ നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നത് കൊണ്ടാണ് നമ്മൾ ഈ രക്ഷ അനുഭവിക്കുന്നത്. അതിന് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. തീർച്ചയായും നല്ല പ്രവൃത്തികൾ, ക്രിസ്തുവിനെ അനുകരിക്കുന്ന പ്രവൃത്തികളെ കുറിച്ചല്ല ഈ പറയുന്നത്. മറ്റൊരു സുവിശേഷം ലോകത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന അന്ന് മുതലേ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ മുക്തരായിരിക്കണം. ഈ സത്യവചനം ഇപ്രകാരമായിരിക്കുമ്പോൾ വിശ്വാസത്താലുള്ള രക്ഷയെ ന്യായപ്രമാണവുമായി കൂട്ടിക്കുഴയ്ക്കുന്നതിനെയാണ് പൗലോസ് ശക്തമായി എതിർത്തത്. അതാണ് നമ്മൾ ഈ ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മോശയുടെ ന്യായപ്രമാണം ലഭിക്കുന്നതിന് 430 വർഷം മുമ്പ് അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട കാര്യത്തെക്കുറിച്ച് അപ്പോസ്തലൻ ഈ ബന്ധത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്ക് ഒരു വാക്യം വായിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 17. അവിടെ അദ്ദേഹം അത് എടുത്തു പറയുന്നുണ്ട്. ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ട് ഉണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. തീർച്ചയായും നമുക്ക് അവിടെ കാണുവാൻ കഴിയും, അബ്രഹാം വാഗ്ദത്തം പ്രാപിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വാസം മുഖാന്തരമാണ് അദ്ദേഹം ഹല്ലേലൂയ ആ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചത്. വിശ്വാസത്താലാണ് അദ്ദേഹം ഹല്ലേലൂയ അദ്ദേഹം ആ വാഗ്ദത്തത്തിലേക്ക്, അല്ലെങ്കിൽ ആ നീതീകരണത്തിലേക്ക് അവന് എത്തപ്പെടുവാൻ കഴിഞ്ഞത്. അത് തന്നെയാണ് നമ്മൾ വിശ്വസിച്ച് യേശുക്രിസ്തുവിൽ കൂടുള്ള രക്ഷ ഏറ്റെടുക്കുമ്പോൾ നമ്മളും അബ്രഹാമിന്റെ സന്തതികളായി, അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിലേക്ക് നമ്മൾ ചേർക്കപ്പെടുന്നതായിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. തീർച്ചയായും ഇതിന്റെ ഈ ന്യായപ്രമാണം അംഗീകരിക്കുന്നതിനാൽ ഒരു വിശ്വാസി ആത്മീയ പക്വതയുള്ളവനായി തീരുമെന്ന ദുരുപദേശത്തിന് അപ്പോസ്തലൻ മറുപടി പറയുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ന്യായപ്രമാണം ആചരിക്കുമ്പോൾ മാത്രമേ ആത്മീയമായി, അല്ലെങ്കിൽ അതിന്റെ രക്ഷയുടെ പൂർത്തീകരണത്തിൽ വരുമെന്നുള്ള കാര്യത്തെ ഖണ്ഡിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിശ്വാസത്തിലുള്ള നീതീകരണം എന്ന സിദ്ധാന്തത്തിന്റെ ഒരു പ്രകടന പത്രികയായി പൗലോസിന്റെ ഈ ലേഖനം നമുക്ക് കണക്കാക്കുവാൻ കഴിയുന്നതാണ്. ചില ന്യായപ്രമാണ തൽപരരായവരുടെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ അടിമപ്പെടുത്തുന്ന വേദശാസ്ത്ര പ്രസംഗം കേട്ട് ഗലാത്യ വിശ്വാസികൾ ഈ അടിമ നുഖത്തിലേക്ക്, അല്ലെങ്കിൽ ഈ അടിമ ചങ്ങലയിൽ കുടുങ്ങിപ്പോയി. പ്രസ്തുത ചങ്ങടയിൽ നിന്ന് തകർത്ത് വെളിയിൽ വരുവാൻ, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പൗലോസ് ഗലാത്യ ലേഖനം എഴുതുന്നതായിട്ട് കാണുവാൻ കഴിയും. നമുക്കറിയാം AD 1215 ഇംഗ്ലണ്ടില് മാഗ്ന കാർട്ട എഴുതിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ജോൺ രണ്ടാമൻ, അല്ലെങ്കിൽ ജോൺ രാജാവ്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് പ്രജകൾക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഉറപ്പു നൽകുന്ന ചരിത്ര പ്രസിദ്ധമായ ആ ഒരു ഡിക്ലറേഷൻ കൊണ്ടുവന്നു. അതാണ് മാഗ്ന കാർട്ട. ഈ നമ്മുടെ ഗലേഷ്യൻ ലേഖനത്തെ കുറിച്ച് പറയുന്നത് ന്യായപ്രമാണത്തിൽ നിന്നുള്ള ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ മാഗ്ന കാർട്ടയാണ് ഈ ലേഖനമെന്ന് പറയപ്പെടുന്നു. തീർച്ചയായും ഹല്ലേലൂയ ക്രിസ്തീയ സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിൽ കൂടെ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടെയുള്ള, അല്ലെങ്കിൽ ആ നീതീകരണം അത് വിശ്വാസത്താൽ നമ്മൾ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു മാഗ്ന കാർട്ടയായി ഇതിനെ കാണുവാൻ കഴിയും. ഇത് എഴുതിയതിന്റെ ലക്ഷ്യം പറയുന്നത്
പുറം ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നവർ ന്യായപ്രമാണ കൽപ്പനകൾ കൂടി ആചരിക്കണമെന്നുള്ള ദുരുപദേശത്തെ ഇത് കണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദുരുപദേശപരമായി അല്ലെങ്കിൽ പുറം ജാതികളിൽ നിന്ന് വരുന്നവര് ഈ ഇപ്രകാരമുള്ള യഹൂദ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ കൂടി ആചരിച്ചെങ്കിൽ മാത്രമേ അവർ നീതീകരിക്കപ്പെടുന്നുള്ളതിനെ കണ്ണിച്ചുകൊണ്ടാണ് ഇത് എഴുതിയതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. വിശ്വാസികൾ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഈ ലേഖനം പ്രബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം എന്ന് ഈ ലേഖനം പഠിപ്പിക്കുന്നു. തീർച്ചയായും ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൽ കൂടെയുള്ള ആ രക്ഷയിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ സമയം മുന്നോട്ട് പോയല്ലോ. ചില വിഷയങ്ങളും കൂടെ ഇതിന്റെ ഈ ലേഖനത്തിന്റെ വിഭജനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഡിവിഷൻ അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഫസ്റ്റ് പാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. നീതീകരണത്തിന്റെ പ്രസംഗകനായിട്ട് ഇവിടെ പൗലോസിനെ നമുക്ക് കാണുവാൻ കഴിയും. അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ 1 വേഴ്സ് ഓൺവേർഡ്സ് 2 വേഴ്സ് 21 വരെ, അല്ലെങ്കിൽ 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 21 വാക്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വ്യക്തിപരമായി നീതീകരണത്തെക്കുറിച്ചുള്ള പ്രസംഗം അവിടെ ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയും. അതിനെ സബ് ഡിവിഷൻ ചെയ്യുവാണെങ്കിൽ ആദ്യം അപ്പോസ്തലിക ശിക്ഷണത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. 1 വേഴ്സ് 1 to 9 നോക്കിക്കഴിഞ്ഞാൽ അപ്പോസ്തലിക ശിക്ഷണത്തെക്കുറിച്ച് അവിടെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. പാർട്ട് ബി അല്ലെങ്കിൽ അതിന്റെ രണ്ടാമത്തെ ആ സബ് ഡിവിഷനിലെ രണ്ടാമത്തെ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പോസ്തലിക അധികാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. 1-ാം അധ്യായം അതിന്റെ 10 മുതൽ 2-ാം അധ്യായം 10 വരെയുള്ള വാക്യങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അപ്പോസ്തലിക അധികാരം എന്ന് കാണുവാൻ കഴിയും. പിന്നെ അതിന്റെ 3-ാമത്തെ പാർട്ട് അപ്പോസ്തലിക ഉറപ്പ് എന്താണെന്ന് കാണുവാൻ കഴിയും. 2-ാം അധ്യായം 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അപ്പോസ്തലിക ഉറപ്പെന്ന് കാണുവാൻ കഴിയും. സെക്കൻഡ് പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉപദേശപരമാണ്. അത് നീതീകരണത്തിന്റെ തത്വശാസ്ത്രം, ജസ്റ്റിഫിക്കേഷന്റെ ഫിലോസഫിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 3 വേഴ്സ് 3-ാം അധ്യായം 1 മുതൽ അതിന്റെ 4-ാം അധ്യായം 31 വരെയുള്ള വാക്യങ്ങളിൽ അത് പറയുന്നു. അതിന്റെ സബ് ഡിവിഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഗലാത്യരുടെ അനുഭവങ്ങളെ കുറിച്ച് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. അബ്രഹാമിൽ നിന്നുള്ള അനുഗ്രഹം എന്തൊക്കെയാണെന്ന് 3-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. അതിന്റെ സി പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിൽ നിന്നുള്ള ശാപം എന്താണെന്ന് അവിടെ പറയുന്നു. 3-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ ഉടമ്പടിയുടെ വാഗ്ദത്തം, ദൈവിക ഉടമ്പടിയിൽ നിന്നുള്ള വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ കാണുവാൻ കഴിയും. 3-ാം അധ്യായം 14 മുതൽ 18 വരെ. ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് 3-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വിശ്വാസികളുടെ പുത്രത്വം എന്താണെന്ന് 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. ആചാരങ്ങളുടെ വ്യർത്ഥത എന്താണെന്ന് 4-ാം അധ്യായം 8 മുതൽ 20 വരെയും തിരുവഴുത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ അത് 4-ാം അധ്യായം 21 മുതൽ 31 വരെ കാണുവാൻ കഴിയും. തേർഡ് പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രായോഗികപരമായ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നീതീകരണത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ജസ്റ്റിഫിക്കേഷനിലൂടെ ലഭിക്കുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് കാണുവാൻ കഴിയും. അതിനകത്ത് പറയുന്നത് ഈ പാട്ടിൽ ആചാരത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അത് 5-ാം അധ്യായം 1 മുതൽ 6 വരെ. നിയമവാദത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം 5-ാം അധ്യായം 7 മുതൽ 12 വരെ. ആത്മാവിലുള്ള സ്വാതന്ത്ര്യം, അത് 5-ാം അധ്യായം 13 മുതൽ 26 വരെ. ആത്മീയ ബന്ധനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അത് 6-ാം അധ്യായം 1 മുതൽ 10 വരെ. അതിന്റെ ഏറ്റവും അവസാന പാർട്ട് അദ്ദേഹം ഉപസംഹരിക്കുന്ന വാക്യങ്ങളാണ് 6-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. തീർച്ചയായും ഈ ദൈവവചന പഠനം അല്ലെ നമ്മുടെ ജീവിതത്തിന് അല്ലെ യേശു ക്രിസ്തുവിൽ കൂടുള്ള അല്ലെ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നവരായി, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടുള്ള ആ രക്ഷയുടെ സന്തോഷം നമ്മൾ അനുഭവിക്കുവാൻ
കാരണമായി തീരട്ടെ. ഫോൾസ് ഡോക്ട്രിൻസിനെ നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് മാറിയിരിക്കുവാൻ, ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി, അല്ലിയ ജഡവും ആത്മാവും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ആത്മീയ സന്തതിയും ജഡീക സന്തതിയും കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പൊ പല കാര്യങ്ങൾ പലതും നമ്മളെ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ, ഞാൻ എന്നെ കൂടെ വെച്ചാ പറയുന്നത്, പലപ്പോഴും നമ്മൾ തന്നെ കോൺഫ്ലിക്റ്റ് ആയി തീരാനുള്ള ചാൻസസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ തന്നെ അങ്ങ് ഇടുങ്ങിയിരിക്കുന്ന അവസ്ഥകൾ കടന്നു വരാനുണ്ട്. അല്ലെ, ക്രിസ്തുവിലുള്ള ആ സ്വാതന്ത്ര്യവും സന്തോഷവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്ന അവസ്ഥകൾ കടന്നു വരും. പലപ്പോഴും അതിൽ നിന്നൊക്കെയും വിടുതൽ പ്രാപിക്കുന്ന ഒരു ആത്മീയ സന്തോഷം യഥാർത്ഥമായി അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവസഭയെയും നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്ന ഇതിന് ഈ വചന പഠനം കാരണമായി തീരട്ടെ. അതിനായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി സമർപ്പിക്കാം ഈ ദിവസങ്ങളിൽ. അതിനായി നമ്മളെ സഹായിക്കട്ടെ ദൈവം. ഈ വചനങ്ങളാൽ ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഗലേഷ്യൻസിനെ പറ്റി ആ ബുക്കിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ ദാസനിൽ കൂടെ ഇന്ന് രാത്രികാലം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് ഇന്ന് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസനിൽ കൂടെ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഡീപ്പായി പഠിക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നീതീകരണത്തെ പറ്റി, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള നീതീകരണത്തെ പറ്റി ഒക്കെ കേൾക്കുവാനിടയായി. ക്രിസ്തുവിൽ കൂടെയുള്ള സ്വാതന്ത്ര്യം, പലപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യം ലോകപ്രകാരമുള്ള ആ സ്വാതന്ത്ര്യമാണ് പലപ്പോഴും, ആ ഒരു ഫ്രീഡമാണ് പലപ്പോഴും ലോകപ്രകാരം നയിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൽ കൂടെയുള്ള സ്വാതന്ത്ര്യം ഈ ദിവസങ്ങൾ നമ്മൾ ദൈവം അനുഭവിപ്പാൻ ദൈവം സഹായിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ പ്രകാരമാണ് കാണുന്നത്. സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പീൻ. ഈ ദിവസങ്ങൾ നമ്മുടെ നീതീകരണമൊക്കെ നമ്മുടെ പ്രവൃത്തികളിൽ കാണുവാൻ ദൈവം ഓരോ ദിവസവും നമ്മളെ സഹായിക്കട്ടെ. അന്യോന്യം സ്നേഹിക്കുവാൻ, അന്യോന്യം സേവിക്കുവാൻ കർത്താവ് നമ്മളെ ഈ ദിവസങ്ങൾ